ഓ ഞങ്ങളുടെ കാലത്തൊക്കെ പീരിയഡ്സ് ഉണ്ടായിരുന്നു. അന്നില്ലാത്ത എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്തിനാ 10 പേരെ അറിയിക്കേണ്ട ആവശ്യം? ഈ മെൻസ്ട്രൽ ലീവ് എന്ന് പറയുന്ന സാധനം കുട്ടികളെ വീണ്ടും വീണ്ടും വീക്കാക്കും. ഇത് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അൺനെസസറി പ്രിവിലേജ് ആണ്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായിട്ട് മെൻസ്ട്രൽ ലീവ് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഡിസ്കഷൻസ് ആണ്. ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സിന്റെ പെയിൻ കാരണം സ്കൂളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അവൾ ഭയങ്കര വീക്കായ ഒരാളാണ്. അതോ സൊസൈറ്റി ഇപ്പോഴും ഈ ഒരു പെയിനിനെ മനസ്സിലാക്കുന്നില്ലേ? ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഹായ് എവരിവൺ, ഐ എം ഡോക്ടർ ശ്രീലക്ഷ്മി. ഐ എം ദ ചീഫ് കൺസൾട്ടന്റ് ഓഫ് അലോക ആയുർവേദ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പീരിയഡ് പെയിൻ, ഹെൽത്ത്, ഡിഗ്നിറ്റി ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല ആൾക്കാരും, പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരും ഒപ്പീനിയൻസ് പറയാറുണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ പീരിയഡ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തൊക്കെ പെയിൻ അനുഭവിച്ചിട്ടാണ്, അന്നൊന്നും ഈ ലീവ് പ്രൊവൈഡ് ചെയ്യാറില്ലല്ലോ. പണ്ടത്തെ കാലത്ത് അനുഭവിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്രത്തോളം മെന്റൽ ഹെൽത്തിനെ കുറിച്ചോ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചോ സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചോ അവെയർ അല്ലാത്ത കാലഘട്ടമാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടി നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയമാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ മെൻസ്ട്രൽ ലീവ് എന്ന് പറയുന്ന സംഗതി ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. നീ നിർബന്ധമായും സ്കൂളിൽ പോകണ്ട എന്നാരും പറയുന്നില്ല. പണ്ടത്തെ കാലത്ത് എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഇത്ര വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെയല്ല പീരിയഡ്സിന്റെ പെയിൻ അല്ലെങ്കിൽ പീരിയഡ്സ് ദിവസങ്ങൾ തന്നെ ഉള്ളത്. ചില പെൺകുട്ടികൾക്ക് പീരിയഡ് സമയത്ത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഡിസ്കംഫർട്ടുകൾ ഉണ്ടാകും. പക്ഷെ ചിലർക്കാവട്ടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ കൈയും കാലും ഒക്കെ വേദന, ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും. അതായത് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും പാഡ് മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവാം. ചിലർക്കാണെങ്കിൽ എന്ത് കഴിച്ചാലും നോസിയ, വൊമിറ്റിംഗ് ഇങ്ങനത്തെ ടെൻഡൻസീസ് ഉണ്ടാവാം. ചിലർക്ക് എന്ത് കഴിച്ചാലും അപ്പം തന്നെ മോഷൻ പോകണം, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാം. ചിലർക്ക് പെട്ടെന്ന് തന്നെ തലകറക്കം, അല്ലെങ്കിൽ വളരെയധികം തളർച്ച, സിവിയർ ആയിട്ടുള്ള പീരിയഡ് ക്രാംസ് ഇതെല്ലാം ഉണ്ടാവും. ഈ 2 കൂട്ടരും പെൺകുട്ടികൾ തന്നെയാണ്. 2 കൂട്ടർക്കും പീരിയഡ്സ് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവരുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ബാറ്റിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പീരിയഡ്സ് സമയത്ത് ഇവർ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അത് രണ്ടും 2 തന്നെയാണ്. ഇനി പലരും പറയാറുണ്ട്, പെൺകുട്ടികൾ വെറുതെ അഭിനയിക്കുകയാണ്, ഈ മെൻസ്ട്രൽ ക്രാംസ് ആണ്, പണിയെടുക്കാൻ വയ്യാണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വയ്യാതെ പെൺകുട്ടികൾ വെറുതെ അഭിനയിക്കുകയാണ് എന്ന് പറയും. പക്ഷെ നമുക്ക് ഇതിന്റെ മെഡിക്കൽ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. മെൻസ്ട്രേഷന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മുടെ യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. ചില ആൾക്കാരിൽ ഈ കോൺട്രാക്ഷൻസ് വളരെയധികം ശക്തമായി, അതുകൊണ്ടാണ് ഇവർക്ക് സിവിയർ ആയിട്ടുള്ള മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാവാറ്. ഇത് കാരണം നോസിയ, വൊമിറ്റിംഗ് ഇങ്ങനത്തെ സിംറ്റംസും കാണിക്കാറുണ്ട്. ചില കുട്ടികൾ പറയുന്ന കേൾക്കാറുണ്ട്, ഡോക്ടറെ ഈ പീരിയഡ് സമയത്ത് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും വയ്യാന്ന്. ഇത് ഡ്രാമയോ അറ്റൻഷൻ സീക്കിങ്ങോ ഒന്നുമല്ല, ഇത് റിയാലിറ്റിയാണ്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്തിനാ 10 പേരെ അറിയിക്കേണ്ട ആവശ്യം? ഈ മെൻസ്ട്രൽ ലീവ് എടുത്തു കഴിയുമ്പോൾ ക്ലാസ്സിലെ മറ്റേ ആൺകുട്ടികൾ അറിയില്ലേ ഈ കുട്ടിക്ക് പീരിയഡ്സ് ആണെന്ന്? ആൺകുട്ടികൾ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇന്ന് നമ്മുടെ സമൂഹം ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്തരല്ലാതെ ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ ആൺകുട്ടികൾക്കും മനസ്സിലാക്കി വളരേണ്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ സെക്ഷൽ എഡ്യൂക്കേഷൻ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. തൻ്റെ സഹപാഠിക്ക് വയറുവേദന ആകുമ്പോൾ പലപ്പോഴും എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ പീരിയഡ് സമയത്ത് വയറുവേദന ആകുമ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാറുണ്ട്, ആൺകുട്ടികളുടെ അടുത്ത് കള്ളം പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം ഓപ്പൺ ആണ്. ഇന്നത്തെ കുട്ടികൾ എനിക്ക് പീരിയഡ്സ് ആണടാ എന്ന് പറയാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളർത്തേണ്ടിയിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ മെൻസ്ട്രൽ ലീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? പീരിയഡ് സമയത്ത് സ്കൂളിലേക്ക് വരേ വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. പീരിയഡ് സമയത്ത് സിവിയർ ആയിട്ടുള്ള പെയിൻ അനുഭവിക്കുന്ന, സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് സ്കൂളിൽ വരാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. നേരെ മറിച്ച് സ്കൂളിൽ വരാൻ ഓക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോവാം. നീ നിർബന്ധമായിട്ടും സ്കൂളിൽ പീരിയഡ് സമയത്ത് വരണം എന്നും പറയുന്നില്ല, നീ നിർബന്ധമായും വീട്ടിലിരിക്കണം എന്നും പറയുന്നില്ല. ഈ ചോയ്സ് കൊടുക്കുന്നത് പെൺകുട്ടികളുടെ പീരിയഡ് സമയത്തുള്ള ഈ വേദനയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഫ്രീഡം, എംപവർമെന്റ് ഈ വാക്കുകളൊക്കെ നിരന്തരം ഉപയോഗിക്കാറുണ്ടല്ലേ. ഈ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നീ പീരിയഡ് സമയത്ത് എത്ര പെയിൻ ആണെങ്കിലും നീ തീയാണ്, നീ സ്ത്രീയാണ്, നീ ആ പെയിൻ എല്ലാം മറന്ന് സ്റ്റേ ഫ്രീയുടെയും വിസ്പറിന്റെയൊക്കെ പരസ്യത്തിൽ പെൺകുട്ടികൾ ഓടിച്ചാടി നടക്കുന്നത് പോലെ നടക്കണം എന്ന് പറയുന്നതല്ല എംപവർമെന്റ്. അതുപോലെ നീ വീട്ടിൽ തന്നെ ഇരിക്കണം, നീ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നതും അല്ല എംപവർമെന്റ്. ഹെൽത്ത് കെയറിൽ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. സെയിം ട്രീറ്റ്മെന്റ് ഫോർ എവരിവൺ ഇസ് നോട്ട് ഓൾവേസ് എ ഫെയർ ട്രീറ്റ്മെന്റ്. നിങ്ങൾ കണ്ണട വെക്കാത്ത ഒരാളാണ് എന്ന് വെച്ച് കണ്ണിന് പ്രശ്നമുള്ള ഒരാൾ കണ്ണട വെക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഡയബറ്റീസ് ഇല്ലാത്ത ഒരാളാണ് എന്ന് വെച്ച് മറ്റൊരാളെ ഡയബറ്റീസിന് മരുന്ന് കഴിക്കരുത് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് അനദർ തിങ്, പീരിയഡ് സമയത്ത് റെസ്റ്റ് എടുക്കുന്ന, സ്കൂളിൽ പോകാതിരിക്കുന്ന പെൺകുട്ടികളെ മടിച്ചി, ലേസി ആയിട്ടുള്ള ഗേൾ എന്ന് പറഞ്ഞ് മുദ്ര കുത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പീരിയഡ് സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സ്കൂളിൽ പോകാൻ ഓക്കെ ആയിട്ടുള്ള കുട്ടികളെ അവൾ നോക്കി എത്ര ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ഗേൾ ആണ് എന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല.
ലെറ്റ് മീ കൺക്ലൂഡ്. പീരിയഡ്സ് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല, മെൻസ്ട്രൽ ലീവ് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജും അല്ല. അത് അനുകമ്പയും ഡിഗ്നിറ്റിയും ചോയ്സും എല്ലാം ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്. മെൻസ്ട്രൽ ലീവ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. തീർച്ചയായും നമ്മളെല്ലാവരും വ്യത്യസ്തരായ മനുഷ്യരാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്ടീവ്സ് ഉണ്ടാവും. റെസ്പെക്ട്ഫുൾ ആയിട്ട് ചീത്ത വിളികളൊന്നും ഇല്ലാതെ നമുക്ക് ഈ കമന്റ് ബോക്സ് വളരെയധികം ഹെൽത്തി ഡിസ്കഷൻ ആയിട്ട് ഓപ്പൺ ചെയ്തിടാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.